special. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഐ ആം ഗോയിങ് ടു മേക്ക് സംതിങ് സ്വീറ്റ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ചക്ക ഹൽവയാണ്. അപ്പോൾ ചക്ക ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങളൊരു മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പഴുത്ത ചക്ക ഇരിക്കുന്നുണ്ടു. അപ്പോൾ അങ്ങ് വിചാരിച്ചു അതങ്ങ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. കണ്ടോ, നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ നമുക്കിനി അതിന് ഓരോ ചുളകൾ നമുക്കിനി മാറ്റി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇനി നമുക്കത് മാറ്റി എടുക്കാം. നല്ല പഴുത്ത ചക്ക. അയ്യോ, നല്ല മധുരമൊക്കെ കേട്ടോ ഇതിന്. ഓക്കെ, അപ്പോൾ കണ്ടോ ചുളകളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചേക്കാണ്. ലുക്ക് അറ്റ് ദാറ്റ്, സോ സോഫ്റ്റ്, സ്വീറ്റ് ആൻഡ് ജ്യൂസി. ഓക്കെ, ഇനി നമുക്ക് ആ ചുളകളെല്ലാം നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഇനിയൊക്കെ അപ്പം ചുളകളെല്ലാം നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കര അവരവർക്ക് മധുരത്തിന് അനുസരിച്ച് ശർക്കര എടുക്കുക, എന്നിട്ട് മെൽറ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ ചക്കച്ചുളകളെല്ലാം മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചക്കച്ചുളകൾ നമ്മൾ മിക്സിയിലിട്ടത് നന്നായിട്ട് അരയണം. ഏലക്ക 25 പീസസ്, ജീരകം ½ ടീസ്പൂൺ, ഷുഗർ 1 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ ഷുഗർ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഓക്കെ, പാത്രം ചൂടായതിന് ശേഷം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി. ഇനി നമ്മൾ അരച്ച് വെച്ച ചക്ക അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, നിർത്താതെ ഇളക്കണം. കാരണം നിർത്തി കഴിഞ്ഞുണ്ടല്ലോ ഇതിങ്ങനെ തെറിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ സൂക്ഷിക്കാൻ വേണം, കൂട്ടത്തിൽ നിർത്താതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച ജീരകവും ഏലക്കായും ഷുഗറും ഉണ്ടല്ലോ അതിന് നമുക്കിനി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് തിക്കായി കിട്ടുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആണെങ്കിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത്. അതുപോലെ നല്ലതായിട്ട് തിക്കുമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാൻ പോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ്.
ഓക്കെ, ഇനി നമ്മുടെ അടുപ്പയിലിരുന്ന ആ ചക്ക നമുക്ക് അടുപ്പയിൽ നിന്ന് എടുത്തിട്ട് ഈ പാനിലേക്ക് പതുക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് പതുക്കെ നമുക്ക് ഈ ചക്ക ഒന്ന് ഇങ്ങനെ പാനിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൽവ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നൗ ലുക്ക് അറ്റ് ദിസ് ഹൗ ഇറ്റ് കെയിം ഔട്ട്. വാവ്, നല്ല അടിപൊളി ചക്ക ഹൽവ. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. എന്താ പറയുക, നല്ല കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട്. നല്ല സോഫ്റ്റ് ചക്ക ഹൽവ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഹൽവയാണിത്. പിന്നെ എന്നാ പറയുന്നത്, ഇത് ആക്ച്വലി ടുക്ക് മീ 2.5 hours ടു മേക്ക്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊന്നുമല്ല, പക്ഷേ എന്നാലും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പറാണ്. അപ്പോൾ ഞാനിതിൽ നട്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി നട്ട്സ് ഒന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് പ്ലെയിനാണ് ഇഷ്ടം. പിന്നെ അവരവർക്ക് നട്ട്സ് ഉപയോഗിക്കേണ്ടവർക്ക് നട്ട്സ് ഉപയോഗിച്ച് അങ്ങനെയും ട്രൈ ചെയ്യാം. Hello. Hi. Amma, did you tell them? Subscribe ചെയ്യണേ. Thank you for watching.